السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. സർവശക്തനായ അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജമാഅത്ത് നമസ്കാരത്തിന് വരുന്നതിന്റെ മഹത്വങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതില് ഏറ്റവും പ്രധാനമായി നമ്മൾ പറഞ്ഞിരുന്നു, വീട്ടിൽ നിന്ന് വുളു ചെയ്തുകൊണ്ടാണ് വരേണ്ടതെന്നും അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിച്ചിട്ടാണ് വരേണ്ടത്. അതും സുന്നത്താണ്. അത് റവാത്തിബ് സുന്നത്തുകൾ എല്ലാം. കാരണം ഹദീസിൽ വന്നത്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഫഅലൈക്കും ബിസ്സലാത്തി ഫീ ബുയൂത്തിക്കും ഫഇന്ന ഖൈറ സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല സ്വലാത്തുൽ മക്തൂബ. നിങ്ങൾ വീടുകളിൽ വെച്ച് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കരിക്കുകയെന്നാണ് എന്ന് പറഞ്ഞു. ഒരാളുടെ നമസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായത് അവരുടെ വീട്ടിലാണ്. ഇല്ലൽ മക്തൂബ, ഫർളല്ലാത്തതൊക്കെ. എല്ലാ സുന്നത്തുകളും വീട്ടിൽ നിന്നാണ്. പള്ളിയിൽ വന്ന പിന്നെ ഏതേ ഉള്ളൂ? തഹിയ്യത്ത് നമസ്കാരമുള്ളൂ. മുമ്പ് വിശദീകരിച്ചിരുന്നല്ലോ, പള്ളിയിൽ കയറിയാലുള്ള നിസ്കാരമാണ്. മറ്റൊരു ഹദീസിൽ, ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണാം, സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കുക. ഫഇന്ന അഫ്ളല സ്വലാത്തി സലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഇതേ അർത്ഥം തന്നെ. നിങ്ങളുടെ വീടുകളിൽ നിസ്കരിക്കലാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഫർള് നിസ്കാരങ്ങൾ ഒഴികെ. ഇപ്പൊ ഫർള് നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുന്നത് എന്തല്ല, ശരിയല്ല എന്ന് മുമ്പ് വിശദീകരിച്ചാണ്. അതേപോലെ ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സലാത്തുൽ മർഇ ഫീ ബൈതിഹി അഫ്ളലു മിൻ സലാത്തിഹി ഫീ മസ്ജിദി ഹാദാ. എന്റെ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരാൾ അയാളുടെ വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മദീന പള്ളിയിൽ നിസ്കരിച്ചാൽ മറ്റു പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമാണ്. പക്ഷെ അതിനേക്കാൾ ഉത്തമമാണ് വീട്ടിൽ നിസ്കരിക്കുന്നത്. ഏത്? സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർളല്ലാത്തതൊക്കെ നമ്മൾ വുളു ചെയ്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോരേണ്ടത്. അതേപോലെ പള്ളിയിലേക്ക് പോരുന്ന സന്ദർഭത്തിൽ നമ്മൾ നിയ്യത്തോടു കൂടി, ജമാഅത്തിനാണെന്നുള്ള നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഇറങ്ങണ്ടെങ്കിൽ അതിന് പ്രത്യേക കൂലിയുണ്ട്. ആ ഉദ്ദേശം വെച്ച് പോരുമ്പോ അത് മുതൽ നമ്മൾ ജമാഅത്ത് ഒരു നിസ്കാരത്തിലാണ് എന്നുള്ളതാണ് ഞാൻ മുമ്പ് വിവരിച്ചിരുന്നു. നിയ്യത്ത് വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി നിസ്കാരത്തിലാണ് എന്നുള്ള പ്രതിഫലം അവന് കിട്ടും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഖറജർ റജുലു മിൻ ബൈതിഹി, ഒരാൾ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. അത് ചൊല്ലിയാല് യുഖാലു ഹീനഇദിൻ ഹുദീത വകുഫീത വവുഖീത. അവനോട് പറയപ്പെടും, നീ സന്മാർഗത്തിലായിട്ടുണ്ട്, നിനക്കത് മതിയാക്കപ്പെട്ടിരിക്കുന്നു, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ സംരക്ഷണത്തോടു കൂടിയാണ് നമ്മൾ ആ ബിസ്മി ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ. പിശാചുകൾ അവനിൽ നിന്ന് മാറി നിൽക്കുന്നു, പിശാചിന്റെ ഒരു ഉപദ്രവമില്ലാതെ. മാത്രമല്ല ചില ഹദീസിൽ കാണാം, ഫയഖൂലു ലഹു ശൈത്താനുൻ ആഖർ, ഒരു പിശാച് മറ്റേ ശൈത്താനോട് പറയും, കൈഫലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവുഖിയ. ഒരാളെ നിർമാർഗത്തിലായ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള എല്ലാം മതിയാക്കപ്പെട്ട ഒരാളെ നിനക്ക് എങ്ങനെ പഴപ്പിക്കാൻ കഴിയുന്നു? അത് ഇമാം അബൂദാവൂദ് തിർമിദിയിലൊക്കെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, ഏത് സമയത്ത് ഇറങ്ങും, പള്ളിയിലേക്ക് എന്നല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്. ബിസ്മില്ല. ഏത് കാര്യത്തിലും ആ ബിസ്മില്ല എന്നുള്ളതിന്റെ മഹത്താണത്. നമ്മൾ ബാത്റൂം പോകുമ്പോ വരെ ബിസ്മില്ലയില്ല, ബിസ്മി ചൊല്ലാത്ത സ്ഥലങ്ങളില്ല. ഏത് സന്ദർഭത്തിൽ ഒരു വിശ്വാസിക്ക് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ. അതോടുകൂടി നമുക്കൊരു ഇഖ്ലാസ് ഉണ്ടാകുക, ആ പ്രവൃത്തി തന്നെ ഒരു ആത്മാർത്ഥത ഉണ്ടാകുക. ചില റിപ്പോർട്ടില് പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബൈതി ഖത്തു ഇല്ലാ റഫഅ തറഫഹു ഇലസ് സമാ. എന്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങുമ്പോഴൊക്കെ നബി മേലോട്ട് നോക്കും, ആകാശത്തൊക്കെ നോക്കിയിട്ട് നബി അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉളല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല അൻ യുജ്ഹല അലൈ ഔ യുജ്ഹല അലൈ. ഈ പ്രാർത്ഥന ചെറിയൊരു പ്രാർത്ഥനയാണ്. ഇതൊക്കെ ചില മനപ്പാടാക്കുന്നവരെ എവിടെയെങ്കിലുമൊക്കെ എഴുതി ഒട്ടിക്കുകയാണെങ്കിൽ വീട്ടിൽ ഇറങ്ങുന്ന സമയത്ത് മനപ്പാടാക്കി കഴിഞ്ഞിട്ട് ഒഴിവാക്കിയാണ്. അപ്പൊ അങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയത്. ഇനി പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകം പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോകുമ്പോൾ മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നതായിട്ട് ഹദീസ് കാണാം, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹു എന്റെ ഹൃദയത്തിൽ എനിക്ക് നീ പ്രകാശം നൽകണേ, വെളിച്ചം നൽകണേ. വഫീ ലിസാനി നൂറ, എന്റെ നാവിൽ എനിക്ക് നീ വെളിച്ചം നൽകണേ. വജഅൽ ഫീ സമഇ നൂറ,
എന്റെ കാതിൽ എനിക്ക് നീ വെളിച്ചം നൽകണേ. വജഅൽ ഫി ബസരി നൂറ, അതേപോലെ എന്റെ കണ്ണിൽ വെളിച്ചം നൽകണേ. വജഅൽ മിൻ ഖൽഫി നൂറ, എന്റെ പുറകിലും, വമിൻ അമാമി, എന്റെ മുന്നിലും നൂറ, വെളിച്ചം നൽകണേ. വജഅൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ അഅ്തിനി നൂറ, അല്ലാഹുവിന്റെ മേലെയും എന്റെ താഴെയും അല്ലാഹു എനിക്ക് നീ പ്രകാശം നൽകണേ എന്നിങ്ങനെ. അപ്പൊ വെളിച്ചത്തിനായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ ചൊല്ലിയിരുന്നു എന്ന്. അതേപോലെ തന്നെ അച്ചടക്കത്തോടെ സമാധാനമായിക്കൊണ്ട് നല്ല രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. കളിച്ചും ചിരിച്ചും, ഒരു സാധാരണ നമ്മൾ എവിടേക്കെങ്കിലും ഒരു പരിപാടിക്ക് പോണ പോലെ അല്ല, പള്ളിക്ക് പോകുമ്പോൾ ആ പോകുന്നത് തന്നെ അച്ചടക്കത്തോടെ ആയിരിക്കണം. കാരണം ഹദീസ് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈനമാ നഹ്നു നുസല്ലി മഅൻ നബി, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിക്കുന്ന സന്ദർഭത്തില് ഇത് സമിഅ ജലബത്ത റിജാലിൻ, കാലുകളുടെ ഒച്ചപ്പാടുകൾ കേട്ടു. കാലുകൾ വേഗം, ഒരാള് ധൃതിയില് പോകുന്ന ഒച്ചപ്പാടുകൾ കേട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, മാ ശഅനുക്കും, എന്താണ് നിങ്ങൾക്ക്, എന്ത് പറ്റിയെന്ന്. അവര് പറഞ്ഞു, ഞങ്ങൾ വേഗത്തിൽ വന്നതാണ്, നിസ്കരിക്കാൻ പെട്ടെന്ന് വന്നതാണ്. അപ്പൊ അവിടെ പറഞ്ഞു, ഫലാ തഫ്അലു ഇദാ അതൈതുമുസ് സലാത്ത ഫഅലൈക്കും ബിസ്സക്കീന, ഞങ്ങളങ്ങനെ ചെയ്യരുത്. നിസ്കരിക്കാൻ പെട്ടെന്ന് നമ്മൾ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ഓടി വരുമല്ലോ, ആ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഇമാമർ പ്രത്യേകിച്ച് റുക്കുക്ക് പോകുന്ന സമയത്ത് അങ്ങനെ വരാനേ പാടില്ല. അങ്ങനെ ധൃതി പിടിച്ച് വരാൻ പാടില്ല. ഒരു മുസ്ലിം അച്ചടക്കത്തോടെ നല്ല സാവധാനാണ് വരേണ്ട. ഇത് അതൈതുമുസ് സലാ ഫഅലൈക്കും ബിസ്സക്കീന, നിങ്ങൾ പള്ളിയിലേക്ക് വന്നാൽ നിങ്ങൾ ശാന്തമായി വരണം. ചില റിപ്പോർട്ടിൽ വൽ വഖാർ, ഗാംഭീര്യത്തോടു കൂടി, വക്കാറത്തോടു കൂടിയിട്ടാണ് വരേണ്ടത്. അങ്ങനെ ഓടിച്ചാടി വന്നിട്ട് വരാൻ പാടില്ല. നമ്മൾ അള്ളാഹിന്റെ മുന്നിലേക്ക് വരുന്നത്, നിസ്കരിക്കാൻ വരണം. അപ്പൊ ആ ഒരു ബഹുമാനത്തോടെ ആദരവോടു കൂടിയാണ് വരേണ്ടത്. എന്നിട്ട് ഫമാ അദ്റക്തും ഫസല്ലു, ഇമാമിന്റെ കൂടെ കിട്ടിയത് നിങ്ങൾ നിസ്കരിച്ചോളി. വമാ ഫാത്തക്കും ഫാത്തിമു, നഷ്ടപ്പെട്ട് നിങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ ധൃതിപ്പെട്ട് ഓടി വന്ന് എന്ത് ചെയ്യേണ്ട, ഓടി കതച്ചു വന്ന് തക്ബീർ കെട്ടിയിട്ടൊന്നും നിന്ന് കഥക്കായിരിക്കും ചിലവർ. അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞു, ഇദാ സമഅ്തുമുൽ ഇഖാമത ഫംശു ഇലസ്സലാ, ഇഖാമത്ത് കേട്ടാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നടന്നു പോകുകയും, വ അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ, അവിടെയും പറഞ്ഞു ശാന്തമായി അച്ചടക്കത്തോടെ ഗംഭീര്യത്തോടെ കൂടെ, വലാ തുസ്രിഉ, വേഗത്തിൽ നിങ്ങൾ പോകരുത്, ധൃതിയിൽ ഓടരുത്, വേഗത്തിൽ പോകണം. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫാത്തിമ, അവിടെയും ഇതന്നെ പറഞ്ഞു, കിട്ടിയത് നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് പിന്നെ നിസ്കരിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നമുക്ക് നാളെ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.